മായ ചേച്ചി എന്നെ കണ്ടതല്ല. ഞാൻ ഈ കല്യാണ കുർബാനത്തിൻ്റെ ഒരു പൂജ ഒന്ന് പോയി. അപ്പോൾ ചേച്ചിയാണ് എന്നെ ആ പടത്തിലേക്ക്, ശരിക്കും ഞാനല്ല പടം, വേറെ ആൾ ചെയ്യേണ്ട ക്യാരക്ടറാണ്. ചേച്ചി ഈ ഫോട്ടോ കൊണ്ട് വെച്ച് പറഞ്ഞ് അത് ശരിക്കും അതും കേരള കൗമുദിയുടെ അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ സുരേഷ് പിറവന്തൂർ, ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനത്തെ ബന്ധമല്ല. വല്യച്ഛൻ്റെ വലിയ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ശരിക്കും സ്നേഹിക്കുന്ന ആൾക്കാർ. അത് ഒരുപാട് സിനിമാക്കാരെന്ന് പറയാൻ കഴിയത്തില്ല. വല്യച്ഛനെ സ്നേഹിക്കുന്ന കുറച്ച് മാധ്യമ പ്രവർത്തകരുണ്ട്. അപ്പോൾ അതിൽ സുരേഷ് പിറവന്തൂർ സാറും ജോയോ സാറും എന്നോട് നമ്മുടെ ഫാമിലിയോട് ഒരു അടുപ്പവും ഞാൻ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച് വെക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടാവുന്ന മാക്സിമം സഹായങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്നെ ഈ ഒരു പൂജയ്ക്ക് എന്നെ വിളിച്ചു, ആ ചേച്ചിയെ പരിചയപ്പെടുത്തി, ഞാൻ ആ ഫോട്ടോ കാണിച്ചു. ചേച്ചിയാണ് എന്നെ സെലക്ട് ചെയ്യുന്നത് ആ പടത്തിലേക്ക്. ആ പടമാണ് സീരിയലിലേക്ക് വരാൻ കാരണമായത്. അപ്പോൾ ചേച്ചി വേണമല്ലോ എടുത്ത് വരാൻ ഉറക്കാൻ. അങ്ങനെ അതിനകത്ത് വന്നു. ഇന്ന് 50ഓളം സീരിയലുകളിൽ 2 ഭാഷ എഴുതി ഞാൻ. 2 ഭാഷ ഒന്ന് തമിഴ് ചെയ്തു. കലഞ്ചർ ടി വിക്ക് വേണ്ടി ഒരു തമിഴ് സീരിയൽ ചെയ്തു. ഇപ്പം സൺ ടി വിക്ക് വേണ്ടി ഇത് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു. അതേതാണ്? രമ്യാകൃഷ്ണൻ പ്രൊഡക്ഷൻ. അവരിപ്പോൾ തങ്കം സീരിയലിൻ്റെ ഒരടുത്ത് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്ന സീരിയലിലാണ്. ഇതിലെന്ത് ക്യാരക്ടറാണ് ചെയ്യുന്നത്? ഞാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലും ചെയ്ത വേഷങ്ങൾ മുഴുവൻ വില്ലൻ വേഷമാണ്. നെഗറ്റീവ് റോള് ചെയ്ത് എന്നെ ചെയ്ത എല്ലാ വേഷവും മിക്കതും എനിക്ക് തോന്നുന്നൊരു 90% നെഗറ്റീവ് റോൾ. ഇതിലും നെഗറ്റീവാണ്. ഇത് സ്ഥിരം നമ്മൾ പിന്നെ ജീബൂമ്പ അറിയാമല്ലോ, അതിൻ്റെ അലാവുദ്ദീനിൻ്റെ ഒരു അവസ്ഥ വെച്ചാൽ നമ്മൾ എന്ത് കാണിച്ചാലും ഒരു കാൽ ഭാഗമാകുമ്പോഴത്തേക്കും പയ്യൻ വന്നിട്ട് ഇങ്ങനെ കാണിച്ച് നമ്മളെ ഒതുക്കി അത് പോകും. അപ്പോൾ കുഴപ്പമില്ല, പിള്ളേരുമായിട്ടൊരു രസം. പിന്നെ എന്നെ വളരെ നമ്മളൊരുപാട് ബഹുമാനിക്കുന്ന ടി.എസ്. സുരേഷ് ബാബു സാറാണ് ഡയറക്ടർ. പിന്നെ ബാബു സാറുമായിട്ട് നല്ല അടുപ്പമാണ്. അങ്ങനെ സാർ ഇടയ്ക്ക് സാറിൻ്റെ മെർലാൻഡും ഇവരുടെ വർക്കിൽ ഏത് വന്നാൽ എന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ പോകുന്നു. വീട്ടിൽ ആരൊക്കെയാണ്? അമ്മയുണ്ട്, അച്ഛൻ മരിച്ചുപോയി. സോമൻ നായർ. അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? അച്ഛൻ ബിസിനസ്സായിരുന്നു. അച്ഛൻ്റെ അനിയനാണ് അല്ലേ? അല്ല, അച്ഛൻ്റെ ചേട്ടനാണ്. ശരിക്കും വല്യച്ഛൻ്റെ പേര് അറിയാലോ, കൃഷ്ണൻ നായർ എന്നാണ് പേര്. അച്ഛനും ഒരു 5 പടം ചെയ്തു. ആ സമയത്ത് 5 പടമൊക്കെ ചെയ്തു. അപ്പോൾ അച്ഛനൊരു പക്കാ ബിസിനസ്സുകാരനാണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ പേര് അജയൻ എന്നാക്കി. പിന്നെ ജയഭാരതി അച്ഛൻ്റെ മുറപ്പെണ്ണാണ്. എന്തുകൊണ്ട് മുറപ്പെണ്ണ കിട്ടാതെ അറിയില്ല. പിന്നെ അപ്പം അങ്ങനെയുള്ളൊരു വലിയൊരു താര കുടുംബത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതൊരു ബാധ്യതയായിട്ടാണോ ഇപ്പോൾ അനുഭവപ്പെടുന്നത്? അതോ നമ്മൾ ബാധ്യതയായിട്ടൊന്നുമല്ല. കാരണം അത് വിലക്ക് തടിയാകാറുണ്ടോ? വല്യച്ഛൻ്റെ പേരോ? പേര് നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് എനിക്ക് ആ പേര് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഗുണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഉള്ള സത്യം പറഞ്ഞു. ഞാൻ ആദ്യം ഈ ഫീൽഡിൽ വന്നത് വല്യച്ഛൻ്റെ പേര് തന്നെയാണ്. അപ്പോൾ ആ ഒരു പേര് കിടക്കുന്നതിൻ്റെ പേര് എനിക്ക് പലതും ചെയ്യാനും പേടിയാണ്, പലതും പറയാൻ പേടിയാണ്. എന്ത് പറഞ്ഞ് ജയൻ്റെ അനിയൻ്റെ മകൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ബാധ്യത ചില സമയങ്ങളിലാവാറുണ്ട്, ചില സമയങ്ങളിൽ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇങ്ങനെ തരംഗം വന്നപ്പോൾ എന്ത് തോന്നി? വല്യച്ഛൻ്റെ അത് ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ ചിലപ്പോഴൊക്കെ ഒരുപാട് വിഷമമുണ്ട് കേട്ടോ. മിമിക്രി താരങ്ങൾ എന്ന് പറയാൻ കഴിയത്തില്ല. നമ്മൾ കുറച്ച് പിള്ളേർ വല്യച്ഛൻ മരിച്ച ഒരു 25ാമത്തെ വാർഷികത്തിന് അന്ന് അതാണ് വലിയ ഇഷ്യൂ ഒക്കെ ആയത്. വല്യച്ഛൻ മരിച്ച ദിവസം ഒരു വെള്ള പാൻറ്റും ചുവപ്പ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നു വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് പറയുക ബഹളമൊക്കെ വെച്ചാൽ അത് ശരിക്കും ഒരു സ്നേഹം കാണിച്ചതാണ്. പക്ഷെ അത് നമുക്കൊരു ചുറ്റുപാട് നിൽക്കുന്നവരോടൊപ്പം നമ്മുടെ കുടുംബത്തിനകത്തുള്ള എല്ലാവരും കോമാളിത്തരം പോലെ വിഷമമായി. അങ്ങനെ നമ്മൾ ഈ സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് ചെയ്തു. പിന്നെ കേസിലോട്ട് പോയി. ഞാനാണ് കേസ് കൊടുത്തത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിൽ വരാനും കാരണം. അങ്ങനെ കുറച്ച് വാർത്തകളൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു നിമിത്തം പോലെ ഉണ്ടാവില്ല ഒരു സംഭവങ്ങൾ. പിന്നെ വല്യച്ഛനെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മറന്നതാണ്. നമ്മുടെ ഒരു സിനിമയിൽ കാണുന്ന കാര്യം ഒരു നടൻ ജീവിച്ചിരിക്കുമ്പോഴേ ഉള്ളൂ അയാൾ ഓർക്കുന്നത്. അയാൾക്ക് വർക്ക് ഉണ്ടെങ്കിൽ. സത്യമില്ലേ?
അയാൾ കൈ നിറയെ വർക്കും ഉണ്ട്, അയാൾ അറിയപ്പെടുന്ന രീതിയിലൊക്കെ നിൽക്കുവാണെങ്കിൽ അയാളെല്ലാവരും ഓർക്കും, ചുറ്റും ആളുകൾ കാണും, ഭയങ്കര സുഖമാണത്. വർക്കില്ലാത്തൊരവസ്ഥ വരുമ്പോഴത്തെ ആരും ഓർക്കത്തില്ല. സിനിമയുടെ ശാപമാണ്. അതെ, അത് ശാപമല്ല. നമ്മൾ വിളിച്ചാൽ പോലും നമ്മൾ പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. 2 വർഷം ഞാൻ ശരിക്കും അനുഭവിച്ചു. ഈ കഴിഞ്ഞ 2009 മുതൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണത്. ഞാൻ പലപ്പോഴും അതുകൊണ്ട് നമ്മൾ വിളിച്ചാൽ പോലും നമ്മൾ അവരുടെയൊക്കെ സ്ഥിരം വർക്ക് ചെയ്ത് പലരും നമ്മൾ സമയങ്ങൾ നമുക്ക് ചില അവസ്ഥകൾ വരും, മോശമായ അവസ്ഥ വരും, വർക്കുകൾ കുറയും. നമ്മൾ വിളിക്കുന്ന പോലെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വർക്ക് കാണുമ്പോൾ സന്തോഷം, നമ്മളെക്കാൾ അഭിനയിക്കും അവർ. അത് എല്ലാ നടന്മാർക്കും ഒരാൾക്കെന്നല്ല, എല്ലാ നടന്മാർക്കും ഉള്ളൊരു കുഴപ്പം ഇതാണ്. നമ്മൾ പറഞ്ഞിരിക്കുമ്പോൾ മാത്രം നമ്മുടെ ചുറ്റും നടന്മാരെന്നല്ല എടുത്തു പറഞ്ഞു, ഞാൻ പറഞ്ഞത് മൊത്തം ആൾക്കാരെയാണ്. ഇതിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ വേറെ പറയുമല്ല, TS ചേട്ടൻ എന്നെ ഏറ്റവും കൂടുതലും ഞാൻ ചില സമയം വർക്കില്ലാണ്ട് വളരെ മോശമായൊരവസ്ഥയിൽ നമുക്ക് ഇപ്പം ഞാൻ ഏറ്റവും സാമ്പത്തികം കുറച്ച് 10 വർഷം ഫീൽഡ് വന്നിട്ട് ഏറ്റവും സാമ്പത്തികം കുറച്ച് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ഞാനാണ്. നല്ല വേഷം മാത്രം ചെയ്യണം ആഗ്രഹം, വേറെ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് വർക്കില്ലാണ്ട് വല്ലാത്തൊരവസ്ഥ നിൽക്കുന്ന സമയത്തൊക്കെ ഞാൻ സജിച്ചേട്ടനെ വിളിക്കും. സജിച്ചേട്ടൻ ഇങ്ങനെ വർക്കില്ല, അത് എനിക്കറിയില്ല. അദ്ദേഹം ഒരു ഈശ്വരൻ്റെ സ്ഥാനത്ത് എനിക്കറിയില്ല. അത് കറക്റ്റായിട്ട് ഒരു ഡേറ്റ് ബ്ലോക്ക് ചെയ്തായിട്ട് 2 ദിവസം വർക്ക്, ആ വർക്ക് കണ്ട് വേറെ വിളിക്കുകയും ചെയ്യും. എനിക്കൊന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ, സീരിയൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം ടെക്നീഷ്യന്മാരെ വരെ അദ്ദേഹം സഹായിക്കുന്നുണ്ട്. ബാബു സാർ അത് തന്നെയാണ്.